തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. മോളെ കോഫി കുടിക്കേ. ശ്രേയ, രാത്രി ശരിക്കും ഉറങ്ങിയില്ലേ നീ? ദാ കോഫി. നന്നായി ഉറങ്ങി, നല്ല സുഖമായിട്ട് ഉറങ്ങി. നിന്റെ അമ്മായിയമ്മയെ വിളിക്കുന്നത്. ഹലോ പൊന്നു. ആന്റി, എന്തു പറ്റി? എന്തിനാ കരയുന്നേ? അരവിന്ദിന് ബോധം വീണു, പക്ഷെ കണ്ണു തുറക്കുന്നില്ല. കണ്ണു തുറക്കുന്നില്ലേ? അതേ മോളെ, മാഡം മാഡം എന്ന് പറഞ്ഞോണ്ടിരിക്കുക. മോള് വന്ന് വിളിച്ചാലേ അവൻ കണ്ണു തുറക്കുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. മോളൊന്ന് വാ. മോളെ, അരവിന്ദിന് ജന്മം കൊടുത്തത് ഞാനാ, പക്ഷെ അവന് 2ാം ജന്മം കൊടുക്കേണ്ടത് മോളാ. ഒന്ന് വാ മോളെ. ആന്റി കരയാതെ, ഞാൻ പറയുന്നത് കേൾക്ക്. മോളെ വരാന്ന് പറ മോളെ. ഇല്ല ആന്റി, ഞാൻ വരില്ല. എന്നെ നിർബന്ധിക്കണ്ട. അങ്ങനെ പറയല്ലേ മോളെ. അരവിന്ദിന്റെ ജീവൻ നിന്റെ കയ്യില. സോറി ആന്റി, എനിക്ക് വരാൻ പറ്റില്ല. അങ്കിൾ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ, പിന്നെ ഞാൻ എങ്ങനെ വന്ന് എല്ലാവരുടെയും മുഖത്ത് നോക്കും? അയാള് പറയുന്നൊന്നും മോള് സീരിയസ് ആയിട്ട് എടുക്കല്ലേ. ഞാനല്ലേ ഇവിടെ. എനിക്ക് വേണ്ടി വാ മോളെ. ആന്റി പറയുന്നത് കേട്ട് ഞാൻ അവിടെ വന്ന അങ്കിള് വീണ്ടും എന്നെ ഇറക്കി വിടും, അപമാനിക്കും. ഇല്ല മോളെ, അയാളൊന്നും പറയാതെ ഞാൻ നോക്കിക്കോളാം. അതൊന്നും നടക്കില്ല ആന്റി. ഞാൻ ഇനിയും അവിടെ വന്ന് നാണം കെടാൻ തയ്യാറല്ല. അങ്ങനെ പറയില്ലേ മോളെ, പ്ലീസ്. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് മോള് പറ. ആന്റി അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ വരാം. ഞാൻ ഹോസ്പിറ്റലിൽ വരണമെങ്കിൽ ആന്റിയുടെ ഭർത്താവ് വന്ന് എന്നെ വിളിക്കണം. മാഷ് വന്ന് വിളിച്ചാ ഞാൻ വരാം. മോളെ, ഇനി ആന്റി സംസാരിക്കേണ്ടത് എന്നോടല്ല, സ്വന്തം ഭർത്താവിനോടാ. സോറി ആന്റി. പൊന്നു മോളെ. മോളെ, അയാള് വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വരും. എനിക്കങ്ങനെ തോന്നുന്നില്ല. മമ്മി, ഞാൻ ഇതുവരെ പറഞ്ഞതെല്ലാം നടന്നിട്ടുണ്ടല്ലോ, അതുപോലെ ഇതും നടക്കും. അയാൾ എന്റെ മുമ്പിൽ വരും. ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ എന്നെ നീ ഒരു അച്ഛനായി കണ്ടിട്ടില്ല. ഞാൻ പറയുന്നു നീ അനുസരിച്ചിട്ടില്ല. ഈ വീടിനൊരു ശാപമായിട്ടാണ് നീ ജീവിച്ചത്. ഇനി നീയില്ല, മരിച്ചു. നിനക്കുള്ള അന്ത്യകർമ്മ ഞാൻ ചെയ്തത്. താനെന്തിനാ ഇവിടെ ഇരിക്കുന്നത്? മാതാപിതാക്കൾക്ക് കൊള്ളി വെക്കുന്നത് മക്കളാ. എന്നാ താൻ സ്വന്തം മോനെ കൊള്ളി വെക്കാൻ വേണ്ടി തയ്യാറായിരിക്കല്ലേ? ഒന്നിറങ്ങി പോകുന്നുണ്ടോ ഇവിടുന്ന്? അമ്മേ മതി. അരവിന്ദിന്റെ ഈ അവസ്ഥയിൽ ഞങ്ങൾക്കും വിഷമമുണ്ട്. അമ്മ കരയുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. എന്നാ അച്ഛൻ ഉള്ളിലാ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ആർക്കും കാണാൻ കഴിയില്ല. അതുകൊണ്ട് അച്ഛനോട് വഴക്കിന് വരണ്ട. അത് കേട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാ അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല. പറയടാ, പെറ്റ തള്ളിയോട് നീ പറയുന്ന എന്താന്ന് വെച്ചാ പറ. പറയാൻ
നിന്നെ പ്രസവിച്ച വേദന ഇതോടങ്ങ് തീരട്ടെ. പറ നീ. 2 ആൺമക്കളിൽ ഒരുത്തൻ ഭാര്യയ്ക്ക് വേണ്ടി ചാവാൻ കിടക്കുക, മറ്റൊരുത്തൻ ഭാര്യയ്ക്ക് വേണ്ടി എന്നെ കളഞ്ഞിട്ട് പോവാൻ നോക്കുക. പോടാ, എവിടെ വെച്ച പോ. അമ്മായി വിചാരിക്കുന്ന പോലെ അരവിന്ദേട്ടനൊന്നും സംഭവിക്കില്ല. നീ മിണ്ടരുത്. ഇതുപോലെ പറഞ്ഞ് മയക്കെടുത്തല്ലേ എന്റെ ഭർത്താവിനെ മോനെ എന്നിൽ നിന്നും അകറ്റിയത്. എന്റെ മോനൊന്നും സംഭവിക്കില്ല അത്രേ. ഇതിലപ്പുറം എന്റെ മോനെ എന്താണ് സംഭവിക്കാനുള്ളത്? ദേ ഇരിക്കുന്ന കണ്ടില്ലേ, പാറ പോലെ. ഇയാള് പൊന്നുവിനെ ചീത്ത പറഞ്ഞ് അപമാനിച്ച് ഇറക്കി വിട്ടു. എന്റെ മോൻ മാഡം മാഡം എന്ന് മന്ത്രം പോലെ പൊന്നുനെ വിളിച്ചോണ്ടിരിക്കുക. ഡോക്ടർ പറഞ്ഞത് നീയും കേട്ടതല്ലേ? നീ മാത്രല്ല, ഇയാളും ഇവനും ഒക്കെ കേട്ടതല്ലേ? ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? പറയടോ. എന്ത് പറയാൻ? ഡോക്ടർ പറഞ്ഞ കാര്യം നിന്റെ പൊന്നാര പൊന്നിനോട് ചെന്ന് പറ. പറഞ്ഞ അവള് വരുവോ? വരുവോന്ന്? എങ്ങനെ വരാനാ? അവളെ അപമാനിച്ച് നാണം കെടുത്തി വിട്ടില്ലേ? പിന്നെ ഞാൻ ചെന്ന് പറഞ്ഞ അവളെ എന്റെ കൂടെ ഇറങ്ങി വരുവോ? അച്ഛനോട് ദേഷ്യപ്പെടാനുള്ള സമയമല്ലേ ഇത്? ശ്രേയ വിളിച്ച് കാര്യം പറ. എടാ, ഞാൻ വിളിച്ചു പറഞ്ഞു. അങ്കിൾ വന്ന് വിളിച്ചാലല്ലാതെ ശ്രേയ വരില്ല എന്ന് എന്നോട് പറഞ്ഞു. അരവിന്ദേട്ടൻ ശ്രേയ അന്വേഷിക്കുന്നവരും പറഞ്ഞു അമ്മായി. എടി, അത് ഞാൻ പറയാതിരിക്കോ? അമ്മായി, അരവിന്ദേട്ടന്റെ കാര്യം പറഞ്ഞിട്ടും ബാലമാമൻ വന്ന് വിളിച്ചാലേ വരുള്ളൂ പറഞ്ഞോള്. അരവിന്ദേട്ടനെ കുറിച്ച് ഒരു ആലോചനയും ടെൻഷനും ഇല്ലേ അവൾക്ക്? ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ഇല്ലാതിരിക്കോടി? അരവിന്ദന്റെ കാര്യത്തിൽ അവൾക്ക് വിഷമമുണ്ട്. വീണ്ടും ഇവിടെ ഒന്ന് നാണം കടയേണ്ടി വരുമെന്ന് പേടിയാണ് പൊന്നുവിന്. അതുകൊണ്ട് ഇയാൾ ചെന്ന് വിളിച്ചാലേ അവള് വരുള്ളൂ. അവള് പറയുന്നതിലും കാര്യമുണ്ടല്ലോ. നാണം കെടുത്തി ഇറക്കി വിട്ടത് മറ്റാരുമല്ല, ഇയാള് തന്നെയാ. പൊന്നുവിന്റെ അടുത്ത് ചെന്നൊന്ന് കൂട്ടിക്കൊണ്ടുവാ, അല്ലെങ്കിൽ അവള് വരില്ല. എന്താ മനുഷ്യൻ നോക്കിയിരിക്കുന്നേ? പോയി വിളിച്ചോണ്ട് വരാൻ. ഞാൻ പോവില്ല. വിളിച്ചോണ്ട് വരൂല്ല. എന്തിനു ഞാൻ പോണം? നമ്മുടെ മോന്റെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയാ. നമുക്ക് മോനെന്ന പോലെ അവൾക്കവൻ ഭർത്താവുമല്ലേ. മനസ്സുണ്ടെങ്കിൽ വന്ന് കാണട്ടെ. അരവിന്ദ് താലി കെട്ടിയതല്ലേ അവളെ. ഓഹോ, അപ്പൊ ഇതൊക്കെ ഇപ്പോഴാണോ ഓർമ്മ വരുന്നത്? ഇവിടുന്ന് പൊന്നുവിനെ ഇറക്കി വിട്ടപ്പോ ഇതൊക്കെ ഓർക്കാതിരുന്ന എന്താ? നിന്നോട് സംസാരിച്ച് നിൽക്കാനെന്ന് എനിക്ക് വയ്യ. ഭർത്താവിനോടൊരു തരുമ്പെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അവൾ അവനെ വന്ന് കാണട്ടെ.